പാലക്കാട് ആദിവാസി ഉന്നതിയിലെ കുഞ്ഞിന്റെ മരണത്തിൽ റിപ്പോർട്ട് തേടി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ. കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം നടത്തും. ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറോടാണ് റിപ്പോർട്ട് തേടിയത്. കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷിപുരം സർക്കാർ ആദിവാസി ഉന്നതിയിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചത്. ഇപ്പോൾ ആ കുടുംബത്തിന് സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങി എന്നുള്ള പരാതിയിലാണ് അന്വേഷണം വരിക. കുഞ്ഞിന്റെ മരണത്തിൽ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ആ കുടുംബത്തിന് ശരിക്കും സഹായം മുടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യത്തിൽ ഏതാണെങ്കിലും വിശദമായ ഒരു പരിശോധന ആവശ്യമാണെന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് കൃഷ്ണൻകുട്ടി മന്ത്രിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട് പോയി ഈ കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുമെന്നാണ്. നിലവിലേതാണെങ്കിലും ഈ പട്ടികവർഗ വികസന ഓഫീസർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഇക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായ സാഹചര്യമാണ്. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് സ്വാഭാവികമായി നടന്നു വരുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള മുടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ മീനാക്ഷിപുരത്ത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 4 മാസം പ്രായമായ കുഞ്ഞ് ഇത്തരത്തിൽ മരിക്കുന്ന മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ കുഞ്ഞിന് മരണപ്പെടുത്തുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ 2 കിലോ 200 ഗ്രാം തൂക്കം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ഹെൽത്ത് മേഖലയിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ അമ്മയുടെ നേരത്തെയും ഒരു കുഞ്ഞ് സമാനമായ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടോ എന്നുകൂടെ പരിശോധിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണെങ്കിലും ഇക്കാര്യത്തിലൊരു പരിശോധന നടത്തുമെന്ന് മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായി നേരിട്ട് അവിടെ എത്തി പരിശോധിക്കും. ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമായി തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊരു വ്യക്തത മാത്രമാണ് ഇനി വരേണ്ടതുള്ളത്. ലക്ഷ്മി പത്മ. തീർച്ചയായും അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ പാലക്കാട്.